നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. പലപ്പോഴും നമുക്ക് ഓരോ മെസ്സേജുകളൊക്കെ വരുന്നത് നമ്മുടെ മെയിലിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മെയിലിൽ വരുന്ന മെസ്സേജുകൾ കൃത്യസമയത്ത് നമുക്ക് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകൾക്കും ഇമെയിൽ വന്നത് അറിയില്ല, മെസ്സേജ് എപ്പോഴാണ് വന്നറിയില്ല. ചില ആളുകൾ ജോലിക്കൊക്കെ വേണ്ടി അപേക്ഷിച്ചു, പിന്നെ മെയിൽ ഐ ഡി തുറക്കാൻ സമയം വൈകി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജോലി നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മെയിൽ ഐ ഡിയിൽ വരുന്ന മെസ്സേജ് കൃത്യസമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ചെയ്തു വെക്കേണ്ട 2 സെറ്റിങ്സാണ് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ജിമെയിൽ ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഇടത് ഭാഗത്തുള്ള 3 ലൈന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സെറ്റിങ്സ് ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇതുപോലെ കാണിക്കും, നിങ്ങളുടെ മെയിൽ ഐ ഡി എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ജനറൽ സെറ്റിങ്സ് ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ മാനേജ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ മെയിൽ ഐ ഡിയും കാണും. ഒരു മെയിൽ ഐ ഡി മാത്രം ലോഗിൻ ചെയ്ത ആളുകൾക്ക് ഒന്ന് കാണിക്കും, കൂടുതൽ ലോഗിൻ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. ഇപ്പോൾ ഇവിടെ ഒരു മെയിൽ ഐ ഡി ഞാൻ സെലക്ട് ചെയ്യാണ്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മെയിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ സാധിക്കും അലോ നോട്ടിഫിക്കേഷൻ. ഇത് മൊബൈൽ ഫോണിൽ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം താഴെ ഭാഗത്തേക്ക് വരിക. അതിന് പ്രത്യേക ട്യൂണ് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ മെയിൽ ഐ ഡിയിൽ വരുന്ന ട്യൂണ് നമുക്ക് പ്രത്യേകം സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. റിംഗ് ട്യൂണ്, വൈബ്രേഷൻ വേണമെങ്കിൽ, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വൈബ്രേഷൻ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോ മെയിൽ ഐ ഡി നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട രണ്ടാമത്തെ സെറ്റിങ്സ്, നമ്മുടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ വലതുഭാഗത്ത് കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ മെയിൽ ഐ ഡി എല്ലാം കാണും. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് മാനേജ് അക്കൗണ്ട്സ് ഓൺ ദിസ് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആകും. ഇവിടെ ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ മെയിൽ ഐ ഡിയും കാണും. നിങ്ങൾ ലോഗിൻ ചെയ്ത അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഓരോ മെയിൽ ഐ ഡിയും ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്ത് 3 ഡോട്ടോ 3 ലൈനോ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സിങ്ക് നൗ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സിങ്ക് ആകും. ഇങ്ങനെ സിങ്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യത്തിൽ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട. കൃത്യസമയത്ത് നിങ്ങൾക്ക് വരുന്ന ജിമെയിൽ അക്കൗണ്ടിലേക്ക് വരുന്ന എല്ലാ മെയിൽ ഐ ഡിയും കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങളെ അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.